എൻ്റെ ജീവിതത്തിൽ ഒരു സൈക്കോളജി കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് ഇനി എന്തൊക്കെ സാധ്യതകളാണുള്ളത്, ഏത് മേഖലയിലാണ് ഞാൻ ഒരു സോഷ്യൽ വർക്കറായിട്ടാണ് ഒരു സൈക്കോളജി പഠിച്ചിട്ട് ജോലി ചെയ്യേണ്ടത്? അങ്ങനെയല്ല. ഒരു സൈക്കോളജി പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഓപ്ഷൻസ്, കരിയർ ഓപ്ഷൻസാണ് അവരുടെ മുമ്പിലേക്ക് ഓപ്പൺ ആവുന്നത്. ഒരു സോഷ്യൽ വർക്ക് എന്നതിനേക്കാട്ടിലുപരി ആ സോഷ്യൽ വർക്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ജോലി സാധ്യതകളുണ്ട്. അതിലൊരു ചില സാധ്യതകൾ നമുക്കൊന്ന് നോക്കാം. ഇതിലൊരു സാധ്യതയാണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജിസ്റ്റ്. നമ്മൾ ചിന്തിക്കത്തില്ല എന്താണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഏതൊരു വലിയ ഫേം എടുത്താലും അവിടെ HR റിക്രൂട്ട്മെൻറ്റ്, ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത് ഒരു സൈക്കോളജിസ്റ്റാണ്, HR സൈക്കോളജിസ്റ്റാണ്. ഇനി ഇതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. എന്താണ് ഇവരുടെ ഡ്യൂട്ടി? മെൻ്റൽ ഡിസോർഡറും ഒക്കെ വരുന്നവരെ ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലും ഒക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പൊസിഷനിലേക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ നേടി നമുക്ക് പോകാം. ഇനി കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഉണ്ട്. സ്ട്രെസ് മാനേജ് ചെയ്യാൻ, ഇമോഷൻസിനെ മാനേജ് ചെയ്യാനൊക്കെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്. നമ്മുടെ കേരളത്തിലും ഇന്ത്യ മുഴുവനും ഇൻ്റർനാഷണൽ ലെവലിലുമുള്ള ധാരാളം സ്കൂളുകളിലെല്ലാം, അത് CBSEയോ ICSEയോ ISCO സ്റ്റേറ്റ് ബോർഡുകളോ ഏതുമായിക്കോട്ടെ, എല്ലാ സ്കൂളുകളിലും സൈക്കോളജിസ്റ്റിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഇനി ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഒരു കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് അവർക്ക് വേണ്ട എല്ലാ കെയറും കൊടുക്കാൻ വേണ്ട രീതിയിൽ അഡ്വൈസുകൾ കൊടുക്കാനുള്ള ഒരു പൊസിഷനിലേക്കാണ്, ഒരു ജോബ് ഓപ്ഷൻസ് ആണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ഉണ്ട്. അവരുടെ ഡ്യൂട്ടി ക്രൈമും ലീഗൽ കേസസും വരുന്ന ഓരോ സെക്ഷനിലും സ്റ്റഡി ചെയ്യുകയും റിസർച്ച് ചെയ്യുകയും അതിനുവേണ്ട ഒരു സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുകയും ഒക്കെയാണ് ഫോറൻസിക് സൈക്കോളജിസ്റ്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ഉണ്ട്. അത്ലറ്റ്സുകളുടെ മെൻ്റൽ പെർഫോമൻസിനെ, ഫിസിക്കൽ പെർഫോമൻസിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് സ്പോർട്സ് സൈക്കോളജിസ്റ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ഒരു റിസർച്ച്, അതെങ്കിലും ഒരു പ്രൊഫസറായി, ഒരു ടീച്ചറായി മാറാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വിവിധ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിൽ, സ്കൂളുകളിൽ, അത് കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരു ടീച്ചിങ് പൊസിഷനിലേക്ക് എത്താനും ഈ സൈക്കോളജി കോഴ്സുകളിലൂടെ സാധിക്കും. ഒരു സൈക്കോളജി കോഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ വർക്ക് എന്നതിനേക്കാട്ടിലുപരി വിവിധ മേഖലകളിലെ ഒത്തിരി സാധ്യതകളാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. പക്ഷേ ഇതിലൊക്കെ നമ്മൾ വേണ്ടത്, ഞാൻ ഏത് ഡെസിഗ്നേഷനിലേക്ക് എത്തണം, ഏത് കരിയർ ഓപ്ഷനാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ട് ടാർഗറ്റ് ഇട്ടുകൊണ്ട് അതിന് പഠിക്കാനുള്ള വിവിധ ക്യാമ്പസുകളെ കുറിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിക്കുകയും അതനുസരിച്ചുള്ളൊരു പൊസിഷനിൽ എത്താനും നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ സൈക്കോളജിസ്റ്റ് എന്ന ഡെസിഗ്നേഷനിലുള്ള ഒരു ബെസ്റ്റ് പ്രൊഫൈൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.